ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക്കാണ്. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ഫോർത്ത് യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോബ്സ് ആസ് എ സോഴ്സ് ഓഫ് ആൻറ്റി വൈറൽ ഡ്രഗ്. അപ്പോൾ അതിലൊരു ടോപ്പിക് ഉണ്ട്, പ്ലാന്റ്സ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ആസ് എ സോഴ്സ് ഓഫ് ആൻറ്റി വൈറൽ ഡ്രഗ്, ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ്സ്, തെറാപ്യൂട്ടിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോബ്സ് ആസ് എ സോഴ്സ് ഓഫ് ആൻറ്റി വൈറൽ ഡ്രഗ് ആണ്. അപ്പോൾ ആൻറ്റി വൈറൽ ഡ്രഗ്സ് ഫ്രം ബാക്ടീരിയ. അപ്പം ബാക്ടീരിയയിൽ നിന്നുള്ള ആൻറ്റി വൈറൽ ഡ്രഗ്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാക്ടീരിയയിൽ നിന്നുള്ള ആദ്യ ആൻറ്റി വൈറൽ ഡ്രഗാണ് അല്ലെങ്കിൽ കോമ്പോണൻ്റ് ആണ് എക്സോപോളിസാക്കറൈഡ്സ്. ഈ എക്സോപോളിസാക്കറൈഡ്സിന് എങ്ങനെയാണ് ആൻറ്റി വൈറൽ ആക്ഷൻ നടത്തുന്നതെന്ന് നോക്കാം. അപ്പം ബാക്ടീരിയ ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം. അപ്പം ബാക്ടീരിയയിൽ നിന്നുള്ള ആൻറ്റി വൈറൽ കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റാണ് എക്സോപോളിസാക്കറൈഡ്. അപ്പോൾ സൾഫേറ്റഡ് എക്സോപോളിസാക്കറൈഡ്സ് ഇൻ്റർഫിയർ വിത്ത് ദി അബ്സോർപ്ഷൻ ആൻഡ് penetration of virus into host cell as well as inhibit various retroviral reverse transcriptases. അപ്പോൾ ഈ എക്സോപോളിസാക്കറൈഡ്സിന് ആൻറ്റി വൈറൽ ആക്ഷൻ ഉണ്ട്. അപ്പം ബാക്ടീരിയയിൽ കാണുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് എക്സോപോളിസാക്കറൈഡ് എന്ന് പറയുന്നത്. അതിന് ആൻറ്റി വൈറൽ ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഈ എക്സോപോളിസാക്കറൈഡ്സ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ വൈറസിൻ്റെ പെനിട്രേഷനും വൈറസിൻ്റെ സെല്ലിലേക്കുള്ള അല്ലെങ്കിൽ ഹോസ്റ്റ് സെല്ലിലേക്കുള്ള അബ്സോർപ്ഷനെയും പ്രിവെൻറ്റ് ചെയ്യും. ഇത് മാത്രമല്ല, ഇവർ വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള, അതായത് വൈറസിൻ്റെ ജെനറ്റിക് മെറ്റീരിയലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈമിനെയും ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് EPS1 ആൻഡ് EPS2. EPS എന്ന് വെച്ചാൽ എക്സോപോളിസാക്കറൈഡ് ആണ്. എക്സോപോളിസാക്കറൈഡ് 1 ആൻഡ് എക്സോപോളിസാക്കറൈഡ് 2 ഐസൊലേറ്റഡ് ഫ്രം ബാസിലസ് ലിച്ചനിഫോമിസ് ആൻഡ് ജിയോബാസിലസ് തെർമോഡിനൈട്രിഫിക്കൻസ്. അപ്പോൾ രണ്ട് ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത എക്സോപോളിസാക്കറൈഡ്സ് ആണ് EPS1ഉം EPS2. ബാസിലസ് ലിച്ചനിഫോമിസും ജിയോബാസിലസ് തെർമോഡിനൈട്രിഫിക്കൻസും. അപ്പോൾ ഇതിന് എന്തുണ്ട്? ആൻറ്റി വൈറൽ ആക്ഷൻ ഉണ്ട്. അടുത്ത ബാക്ടീരിയയിൽ നിന്നുള്ള അടുത്ത ആൻറ്റി വൈറൽ കോമ്പൗണ്ടാണ് മാക്രോലാക്റ്റിന. അപ്പോൾ ഈ മാക്രോലാക്റ്റിന ഐസൊലേറ്റ് ചെയ്യുന്നത് മെറൈൻ ബാക്ടീരിയയിൽ നിന്നാണ്. ഇറ്റ് ഈസ് ഇറ്റ് ഈസ് എൻ ആൻറ്റി വൈറൽ കോമ്പൗണ്ട്. മാക്രോലാക്റ്റിന ഈസ് എൻ ആൻറ്റി വൈറൽ കോമ്പൗണ്ട് derived from marine bacteria. It show protection to human T lymphoblast cells against HIV. അപ്പോൾ HIV ഇൻഫെക്റ്റ് ചെയ്യുന്ന സെൽസ് ആണ് ഹ്യൂമൻസിൻ്റെ T സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹ്യൂമൻ T സെൽസിനെ ആര് പ്രൊട്ടക്റ്റ് ചെയ്യും? ഈ മാക്രോലാക്റ്റിന പ്രൊട്ടക്റ്റ് ചെയ്യും. എന്തിൽ നിന്ന്? HIV ഇൻഫെക്ഷനിൽ നിന്ന്. അപ്പോൾ രണ്ട് ആൻറ്റി വൈറൽ കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ബാക്ടീരിയയിൽ പഠിച്ചത്. ഒന്ന് എക്സോപോളിസാക്കറൈഡ്സും രണ്ടാമത്തത് മാക്രോലാക്റ്റിനും. ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽഗി ഡിറൈവ്ഡ് ആൻറ്റി വൈറൽസ് ആണ്. ഇപ്പോൾ മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ആൻറ്റി വൈറൽ കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം ബാക്ടീരിയനെ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തേതാണ് ആൽഗിയിൽ നിന്നുള്ള ആൻറ്റി വൈറൽ കോമ്പൗണ്ട്സ്. അപ്പോൾ ആൽഗി ഡിറൈവ്ഡ് ആൻറ്റി വൈറൽസ്. അപ്പോൾ ഫസ്റ്റ് ആൽഗി ഡിറൈവ്ഡ് ആൻറ്റി വൈറലാണ് ഗാലക്ടാൻ സൾഫേറ്റ്. ഇറ്റ് ഈസ് എ പോളിസാക്കറൈഡ് ഐസൊലേറ്റഡ് ഫ്രം ദി റെഡ് സീവീഡ് അഗാർഡിയല്ല ടെനേറ. ഷോസ് ആക്ടിവിറ്റി എഗെയിൻസ്റ്റ് HIV1 ആൻഡ് HIV2. അപ്പോൾ ആദ്യത്തെ ആൽഗിൽ ഡിറൈവ്ഡ് ആൻറ്റി വൈറലാണ് ഗാലക്ടൻ സൾഫേറ്റ് എന്ന് പറയുന്നത്. ഇതൊരു പോളിസാക്കറൈഡ് ആണ്. റെഡ് സീവീഡ് എന്ന് വെച്ചാൽ ആൽഗിയാണ്. അപ്പോൾ റെഡ് സീവീഡ് എന്ന് അല്ലെങ്കിൽ റെഡ് ആൽഗയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു പോളിസാക്കറൈഡ് ആണ് ഗാലക്ടൻ സൾഫേറ്റ്. അപ്പോൾ ഏത് റെഡ് സീവീഡ് എന്നാണ് ആൽഗയിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്യുന്നത്? അഗാർഡിയല്ല ടെനേറ എന്ന് പറഞ്ഞ ആൽഗയിൽ നിന്ന്. അപ്പോൾ ഇത് എന്തിന് എഫക്റ്റീവാണ്? HIV1ഉം HIV2-നെതിരെയും എഫക്റ്റീവാണ് ഈ ഗാലക്ടൻ സൾഫേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽഗയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന രണ്ടാമത്തെ ആൻറ്റി വൈറൽ കോമ്പൗണ്ടാണ് A1 ആൻഡ് A2. ദേ ആർ എക്സ്ട്രാ സെല്ലുലാർ സൾഫേറ്റഡ് പോളിസാക്കറൈഡ്സ് purified from
Coclodynium polycricoides, a marine microalgae that inhibit influenza virus A and B. അപ്പം A1 ആൻഡ് A2 എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ സെല്ലുലാർ പോളിസാക്കറൈഡ് ആണ്. ഇത് ഡിറൈവ് ചെയ്യുന്നത് ഒരു മറൈൻ മൈക്രോ ആൽഗയിൽ നിന്നാണ്. അതായത് കടലിൽ കാണുന്ന ഒരു ആൽഗയിൽ നിന്നാണ് ഈ A1ഉം A2ഉം ഡിറൈവ് ചെയ്യുന്നത്. അത് ഈ ആൽഗേൻ്റെ പേരാണ് കൊക്ലോഡീനിയം പോളിക്രിക്കോയിഡ്സ്. ഇത് A1ഉം A2ഉം ആക്ഷൻ എന്താ, ദേ ഇൻഹിബിറ്റ് ഇൻഫ്ലുവൻസ വൈറസ് A ആൻഡ് B. അപ്പോൾ ഇൻഫ്ലുവൻസ വൈറസ് എയും ബിൻ്റെ എതിരെയാണ് ഈ A1ഉം A2ഉം ആക്റ്റീവായിട്ടുള്ളത്. ആൽഗയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന മൂന്നാമത്തെ ആൻറ്റിവൈറൽ കോമ്പൗണ്ടാണ് ഫ്യൂക്കോയിഡൻ എന്ന് പറയുന്നത്. ഫ്യൂക്കോയിഡൻ ആർ സൾഫേറ്റഡ് പോളിസാക്കറൈഡ്സ് ഐസൊലേറ്റഡ് ഫ്രം ബ്രൗൺ സീവീഡ് ഫുക്കസ് വെസിക്കുലോസസ് that inhibit replication of DNA viruses like herpes simplex virus, human cytomegalovirus, and RNA viruses like varicella zoster virus, Synbis virus, and HIV. അപ്പോൾ ഫുക്കോയിഡൻ എന്ന് പറയുന്നത് ഒരു പോളിസാക്കറൈഡ് ആണ്. ഈ ഫുക്കോയിഡൻ ഡിറൈവ് ചെയ്യുന്നത് ബ്രൗൺ ആൽഗയിൽ നിന്നാണ്, അല്ലെങ്കിൽ ബ്രൗൺ സീവീഡിൽ നിന്നാണ്. ആ സീവീഡിൻ്റെ പേരാണ് ഫുക്കസ് വെസിക്കുലോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫുക്കോയിഡൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുക വൈറസിനെതിരെ? ഈ ഫുക്കോയിഡന് DNA വൈറസിൻ്റെ DNA റെപ്ലിക്കേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. ഇപ്പോൾ HSV പിന്നെ SCMV പോലെയുള്ള DNA വൈറസിൻ്റെ DNA റെപ്ലിക്കേഷൻ ഈ ഫുക്കോയിഡൻ ഇൻഹിബിറ്റ് ചെയ്യും. അത് മാത്രമല്ല RNA വൈറസിൻ്റെ RNA റെപ്ലിക്കേഷനും ഇതെന്ത് ചെയ്യും, ഫുക്കോയിഡൻ ഇൻഹിബിറ്റ് ചെയ്യും. ലൈക്ക് വാരിസെല്ല സൂസ്റ്റർ വൈറസ്, സിൻബിസ് വൈറസ് ആൻഡ് HIV. നാലാമത്തെ ആൽഗൽ ആൻറ്റിവൈറൽ ആക്ടിവിറ്റിയുള്ള ആൽഗൽ കോമ്പൗണ്ടാണ് C ആൽഗൽ എക്സ്ട്രാക്ട്. C ആൽഗൽ എക്സ്ട്രാക്ട് ഈസ് എ സൾഫേറ്റഡ് പോളിസാക്കറൈഡ് ദാറ്റ് ഇൻഹിബിറ്റ് HIV റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. അപ്പോൾ C ആൽഗയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു സൾഫേറ്റഡ് പോളിസാക്കറൈഡ് ആണ് C ആൽഗൽ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? HIV-ൻ്റെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ HIV-ൻ്റെ റിപ്ലിക്കേഷനും സ്പ്രെഡിനും വേണ്ടിയിട്ടുള്ള ഒരു എൻസൈമാണ്, അല്ലെങ്കിൽ HIV-ൻ്റെ RNA റിപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ട എൻസൈമാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. അപ്പോൾ ഇതിനെയാണ് ഈ C ആൽഗൽ എക്സ്ട്രാക്റ്റ് പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യുക. അപ്പോൾ ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് വർക്ക് ചെയ്യില്ല, അപ്പോൾ RNA റിപ്ലിക്കേഷൻ ഉണ്ടാവില്ല, അപ്പോൾ വൈറൽ മൾട്ടിപ്ലിക്കേഷൻ അവിടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ വൈറസിൻ്റെ സ്പ്രെഡ് നടക്കൂല. ഇനി അടുത്ത അഞ്ചാമത്തെ ആൻറ്റിവൈറൽ കോമ്പൗണ്ടാണ് കാൽഷ്യം സ്പൈറുലാൻ. കാൽഷ്യം സ്പൈറുലാൻ ഈസ് എ സൾഫേറ്റഡ് പോളിസാക്കറൈഡ് എക്സ്ട്രാക്റ്റഡ് ഫ്രം മറൈൻ ബ്ലൂ ആൽഗെ ആർത്രോസ്പൈറ പ്ലാന്റനെസിസ് ആസ് ആൻറ്റിവൈറൽ ആക്ടിവിറ്റി അഗെയിൻസ്റ്റ് HIV. ഇപ്പോൾ കാൽഷ്യം സ്പൈറുലൈൻ ആണ് അഞ്ചാമത്തെ ആൻറ്റിവൈറൽ കോമ്പൗണ്ട് ആൽഗയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇതും ഒരു സൾഫേറ്റഡ് പോളിസാക്കറൈഡ് ആണ്. ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ബ്ലൂ ആൽഗയിൽ നിന്നാണ്. ആ ബ്ലൂ ആൽഗേൻ്റെ പേരാണ് ആർത്രോസ്പൈറ പ്ലറ്റൻസിസ് ആൻഡ് ഇതിൻ്റെ ആക്ടിവിറ്റി HIV-ക്കെതിരെയാണ്. ഇനി ആറാമത്തെ ആൻറ്റിവൈറൽ കോമ്പൗണ്ടാണ് സയനോവൈറിൻ N. It is isolated from aqueous cellular extract of cyanobacteria Nostac ellipsosporum. It active against SIV and HIV. അപ്പോൾ സൈനോവിറിൻ N എന്ന് പറയുന്നത് ഒരു അക്വസ് സെല്ലുലാർ എക്സ്ട്രാക്റ്റ് ആണ്. അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് സൈനോബാക്ടീരിയമായ നോസ്റ്റാക് എലിപ്സോസ്പോറത്തിൽ നിന്നാണ്. ഇത് ആക്റ്റീവായിട്ടുള്ളത് ഇത് ആക്റ്റീവായിട്ടുള്ളത് SIV-ക്കും HIV-ക്കെതിരെയാണ്. ഏഴാമത്തെ ആൻറ്റി വൈറൽ ആക്ടിവിറ്റിയുള്ള ആൾക്കൽ കോമ്പൗണ്ടാണ് ഡിറ്റർപെൻസ് എന്ന് പറയുന്നത്. The diterpenes are isolated from marine algae Dictyota menstrualis that inhibit HIV. അപ്പം ഡിറ്റർപിൻസ് എന്ന് പറയുന്നത് ഒരു മറൈൻ ആൽഗയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ്. ഏത് മറൈൻ ആൽഗയിൽ നിന്നാണ് ഡിറ്റർപിൻസ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? ഡിക്റ്റിയോട്ട മെനുസ്ട്രലാലിസിൽ നിന്നാണ് ഡിറ്റർപീൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ആക്ടിവിറ്റി എന്താണ്? ഇത് ഇൻഹിബിറ്റ് ചെയ്യും, HIV-നെ ഇൻഹിബിറ്റ് ചെയ്യും. ഇനി എട്ടാമത്തെ കോമ്പൗണ്ടാണ് നാവിക്കുലാൻ.
ഈ നാവിക്കുലാനും ഒരു സൾഫേറ്റഡ് പോളിസാക്കറൈഡ് ആണ്. ഇത് ഐസൊലേറ്റ് ചെയ്യുന്നത് ഡയാറ്റം നാവിക്കുലാർ ഡയറക്റ്റയിൽ നിന്നാണ്. ഇത് ഇൻഹിബിറ്റ് ചെയ്യുക ഹ്യൂമൻസ് ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് 1ഉം ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് 2 ആണ് ബൈ ഇൻ്റർഫിയറിങ് വൈറൽ റിപ്ലിക്കേഷൻ. ഇപ്പോൾ ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് 1ൻ്റെയും ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് 2ൻ്റെയും റിപ്ലിക്കേഷനെയാണ് ആര് ബ്ലോക്ക് ചെയ്യുക? നാവിക്കുലാൻ ബ്ലോക്ക് ചെയ്യുക. ഇതൊരു നാവിക്കുലാൻ എന്ന് പറയുന്നത് ഒരു സൾഫേറ്റഡ് പോളിസാക്കറൈഡ് ആണ്. ഇത് ഡിറൈവ് ചെയ്യുന്നത് നാവിക്കുലാർ ഡയറക്റ്റ എന്ന് പറഞ്ഞ ഡയാറ്റത്തിൽ നിന്നാണ്. ഇനി 9ാമത്തെ കോമ്പൗണ്ടാണ് ഗ്രിഫിത്സിൻ. ഇതൊരു പൊട്ടൻ്റ് HIV ഇനാക്ടിവേറ്റിംഗ് പ്രോട്ടീനാണ് ഐസൊലേറ്റഡ് ഫ്രം റെഡ് ആൽഗെ ഗ്രിഫിത്സിയ സ്പീഷീസ്. അപ്പോൾ ഗ്രിഫിത്തിസിയ സ്പീഷീസ് എന്ന് പറഞ്ഞ ഒരു റെഡ് ആൽഗയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഗ്രിഫിത്സിൻ. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് HIV-നെ ഇനാക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഗ്രിഫിത്സിൻ. അപ്പോൾ നമ്മൾ ഒരു 9 ആൻറ്റി വൈറൽ കോമ്പൗണ്ട്സ് ആണ് എന്തിൽ പഠിച്ചത്? ആൽഗയിൽ നിന്ന് ഡിറൈവ് ചെയ്ത ആൻറ്റി വൈറൽ കോമ്പൗണ്ട്സിൻ്റെ എണ്ണം എത്രയാണ്? 9. പിന്നെ 2 ആൻറ്റി വൈറൽ കോമ്പൗണ്ട്സ് നമ്മൾ ബാക്ടീരിയയിൽ നിന്ന് പഠിച്ചു. ഇനിയുള്ളത് ഫംഗൽ ഡിറൈവ്ഡ് ആൻറ്റി വൈറൽസ് ആണ്. അപ്പോൾ ഫംഗൽ ഡിറൈവ്ഡ് ആൻറ്റി വൈറൽസ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഇക്വിസെറ്റിൻ ആൻഡ് ഫോമാസെറ്റിൻ ഐസൊലേറ്റഡ് ഫ്രം ഫ്യൂസേറിയം ഹെറ്ററോസ്പോറം ഈസ് എഫക്റ്റീവ് അഗെയിൻസ്റ്റ് പോക്സ് വൈറസ്. ഇപ്പോൾ ഫ്യൂസേറിയം ഹെറ്ററോസ്പോറം എന്ന ഫംഗസിൽ നിന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്ന ആൻറ്റി വൈറൽ കോമ്പൗണ്ടാണ് ഇക്വിസെറ്റിനും ഫോമാസെറ്റിനും. ഇത് ഏത് വൈറസിന് എന്തിനാണ് ആക്റ്റീവ്? പോക്സ് വൈറസിനെതിരെയാണ് ഈ ഇക്വിസെറ്റിനും ഫോമാസെറ്റിനും ആക്റ്റീവ്. 2ാമത്തെ ആൻറ്റിവൈറൽ കോമ്പൗണ്ടാണ് ഹാലോവിർസ് A to E ഐസൊലേറ്റഡ് ഫ്രം സ്കൈറ്റിഡിയം ഹാസ് ആൻറ്റിവൈറൽ ആക്ടിവിറ്റി അഗെയിൻസ്റ്റ് HSV1 ആൻഡ് HSV2. ഇപ്പോൾ ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് 1 and 2-നെതിരെ ആക്ടിവിറ്റി ഉള്ള ഒരു കോമ്പൗണ്ടാണ് ഹാലോവിർസ് A and E. ഇത് ഐസൊലേറ്റ് ചെയ്യുന്ന ഫംഗസ് ഏത് ഫംഗസിൽ നിന്നാണ്? സ്കൈറ്റീഡിയം എന്ന് പറഞ്ഞ ഫംഗസിൽ നിന്നാണ്. ഇപ്പോൾ 3ാമത്തെ ആൻറ്റി വൈറൽ കോമ്പൗണ്ടാണ് സ്റ്റാക്കിഫിൻ. അപ്പോൾ സ്റ്റാക്കിഫിൻ ഈസ് എ നോവൽ ടെർപ്പിനോയിഡ് ഐസൊലേറ്റഡ് ഫ്രം ബോട്രൈസ് ഷോഡ് ആൻറ്റിവൈറൽ ആക്ടിവിറ്റി അഗെയിൻസ്റ്റ് ഇൻഫ്ലുവൻസ എ വൈറസ്. അപ്പോൾ ഇൻഫ്ലുവൻസ എ വൈറസിനെതിരെ ആൻറ്റിവൈറൽ ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് സ്റ്റാക്കിഫിൻ എന്ന് പറയുന്നത്. ഇതൊരു പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു ടെർപ്പിനോയിഡാണ്. ഇതൊരു നോവൽ ടെർപ്പിനോയിഡ് കോമ്പൗണ്ടാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗൈ ബോട്രൈസ് ആണ്. അപ്പോൾ 3 കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ഏതിൽ നിന്ന് പഠിച്ചത്? ഫംഗയിൽ നിന്ന് പഠിച്ചത് ആൻറ്റിവൈറൽ ആക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ മൈക്രോബ്സ് നിന്ന് ഡിറൈവ് ചെയ്യുന്ന ആൻറ്റിവൈറൽ കോമ്പൗണ്ട്സ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബാക്ടീരിയയിൽ നിന്ന് 2 കോമ്പൗണ്ട്സ് പഠിച്ചു, ആൽഗയിൽ നിന്ന് 9 കോമ്പൗണ്ട്സ് പഠിച്ചു, ഫംഗസ് നിന്ന് 3 കോമ്പൗണ്ട്സ് ആണ് ആൻറ്റിവൈറൽ ആക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്ലാന്റ്സ് നിന്ന് ഡിറൈവ് ചെയ്ത ആൻറ്റിവൈറൽ ആക്ടിവിറ്റി ഉള്ള കോമ്പൗണ്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും.